2024 ഫെബ്രുവരി 1 മന്ത്രി എന്ത് അവതരിപ്പിച്ചത്? നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചത്. വോട്ട് ഓൺ അക്കൗണ്ട്സ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഇടക്കാല ബജറ്റ് അറിയപ്പെടുന്നുണ്ട്. തുടർച്ചയായിട്ട് ബജറ്റ് അവതരിപ്പിച്ച വനിത ആരാണ്? നിർമ്മല സീതാരാമനാണ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഷാലിമ. അപ്പോൾ എല്ലാവരും സെറ്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? അപ്പോൾ സെറ്റ് സബ്ജക്ട് പേപ്പറെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെറ്റ് ജനറൽ പേപ്പർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് അതിൽ എന്താണ് എക്കണോമിക്സും പൊളിറ്റിക്സും ഹിസ്റ്ററിയും എല്ലാം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ എല്ലാം സബ്ജക്ട് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എന്താണ് സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ബജറ്റിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ 2024 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ് അല്ലെ. 2024 ഫെബ്രുവരി 1 മന്ത്രി എന്ത് അവതരിപ്പിച്ചത്? നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ നമുക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ മന്ത്രി അവതരിപ്പിച്ച ബജറ്റ് എങ്ങനെയാണ്? ഇടക്കാല ബജറ്റാണ് അവതരിപ്പിച്ചത്. അപ്പോൾ സാധാരണ ബജറ്റ് എങ്ങനെയാണ്? ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള ആ ഒരു ഗവൺമെന്റിന്റെ വരവ് ചെലവ്, നയരൂപീകരണങ്ങൾ എല്ലാത്തിന്റെ ഒരു രൂപരേഖയാണെങ്കിൽ ഇടക്കാല ബജറ്റിൽ എന്താണ് പറയുന്നത്? അടുത്ത ഗവൺമെന്റിന്റെ രൂപീകരണ വരവ് ചെലവ് ആ ഒരു രൂപരേഖയാണ് ഇടക്കാല ബജറ്റിൽ തരുന്നത്. അപ്പോൾ ഇടക്കാല ബജറ്റ് അറിയപ്പെടുന്ന പേരാണ് വോട്ട് ഓൺ അക്കൗണ്ട്സ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഇടക്കാല ബജറ്റ് അറിയപ്പെടുന്നുണ്ട്. ഈ വോട്ട് ഓൺ അക്കൗണ്ട്സിനെ കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 116 വോട്ട് ഓൺ അക്കൗണ്ട്സിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ നിർമ്മല സീതാരാമനെ കുറിച്ച് പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച വനിത ആരെന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമനാണ്. അതുപോലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച വനിത ആരാണ്? നിർമ്മല സീതാരാമനാണ്. 2 മണിക്കൂർ 42 മിനിറ്റ് 2020 അതുപോലെ ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് ബജറ്റ് അവതരിപ്പിച്ച വനിത ആരാണ്? നിർമ്മല സീതാരാമനാണ്. അപ്പോൾ 2024 ബജറ്റിന്റെ ലക്ഷ്യം എന്താണ്? 2047 കൂടി ഒരു വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബജറ്റിൽ എന്താണ് മുൻഗണന നൽകിയിരിക്കുന്നത് വെച്ചാൽ പാവങ്ങൾ, കർഷകർ, യുവാക്കൾ അതുപോലെ തുടങ്ങിയവർക്കാണ് ഈ ഒരു ബജറ്റിൽ മുൻഗണന നൽകിയിരിക്കുന്നത്. അപ്പോൾ 2024 ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച മന്ത്രാലയം ഏതാണ്? പ്രതിരോധ മന്ത്രാലയമാണ്. അതുപോലെ 2024 ഏറ്റവും കുറവ് തുക അനുവദിച്ച മന്ത്രാലയം ചോദിച്ചാൽ ഏതാണ്? കൃഷി കർഷക ക്ഷേമ മന്ത്രാലയമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇടക്കാല ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ട് അല്ലെ, അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 116 അതുപോലെ മണി ബില്ലിന്റെ ആ ഒരു നടപടിക്രമങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 109 ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മൾ പറഞ്ഞു, നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? RK ഷൺമുഖം ചെട്ടിയാണ്. 1947 നവംബർ 26 അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ബജറ്റിനെ കുറിച്ച് നമ്മൾ നോക്കിയത്. അപ്പൊ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എന്താണ് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് കുറച്ച് ടൈം ഉണ്ട് അല്ലെ സെറ്റ് എക്സാമിന്. അപ്പൊ നമുക്കറിയാം വാസ്റ്റ് ആണ് നമ്മുടെ സിലബസ്, ജനറൽ പേപ്പറും സബ്ജക്റ്റും എല്ലാം നമുക്ക് പഠിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ കോഴ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം റെക്കോർഡായിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.